ഹായ്. നോ അങ്ങനെയാണല്ലോ, ഞാനെന്തിനാ പേടിക്കുന്നത്? ഓക്കെ മഫൂസ്. ഹേയ് വാട്ട്സ്ആപ്പ്, എന്തല്ല? ഞാനൊരു വല്ലാത്തൊരു മൊമെൻറ്റിലാണ്. ഐ മീൻ ടുമോറോ ഐ എം ഡൂയിങ് മൈ ഡ്രീം ട്രിപ്പ്, സെക്കൻഡ് ഫേസ്, ദുബായ് ടു ഇന്ത്യ. ഒരുപാട് കാലത്തെ എൻ്റെ ആഗ്രഹമായിരുന്നു, ഒരുപാട് കാലത്തെ. യുനോ ലൈക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന എന്താ പറയുക, നമ്മൾ ഉറക്കം കിടത്തുന്ന സ്വപ്നങ്ങളില്ലേ, അങ്ങനൊരു സ്വപ്നം ടുമോറോ എന്താ പറയുക, ഞാൻ അതിലേക്ക് എത്തിച്ചെന്ന്. ഐ മീൻ അതിലേക്ക് എത്തി ഞാൻ ഓൾമോസ്റ്റ്. ഐ എം ഡൂയിങ് ദുബായ് ടു ഇന്ത്യ ബൈ റോഡ് ട്രിപ്പ്, starting from UAE to Iran to Turkmenistan to Uzbekistan, Tajikistan, Kyrgyzstan, Kazakhstan, China, Nepal, Bhutan, India. നേരെ ഇറാനിലേക്ക് പോകും. അവിടെ ഇങ്ങനെ വരും, കസാഖിസ്ഥാൻ കയറിയിട്ട് ചൈന കയറും. ചൈനയിൽ നിന്ന് ഇത് ഈ റഷ്യ ഇതൊന്നും ഇല്ലല്ലേ? ഇതെല്ലാത്തിനും ഇതിനൊക്കെ തുടക്കം ഞാൻ ബാക്ക് 2018 ഡൽഹി ടു ലേ ലഡാക്ക്, ദെൻ ടു കേരള, കണ്ണൂർ വരെയുള്ള ഒരു ട്രിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ട്രൈ ചെയ്തു, ഒരുപാട് ഫെയിലിയർ വന്നു. എത്ര വർഷം, 8 വർഷത്തിന് മുകളിൽ കഴിഞ്ഞു. ഒന്നും നടക്കൂല. ഐ കീപ്പ് ഓൺ ട്രൈ ലൈക്ക് ബട്ട് ഇറ്റ് വോണ്ട് വർക്ക്. ആൻഡ് ഡിപ്രസ്ഡ്, സാഡ്, ഹ്യൂമിലിയേഷൻ, ഒരുപാട് പ്രശ്നങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ ട്രിപ്പ് പോകുന്നത്. ഈ ട്രിപ്പിന് വേണ്ടിക്കാണ് ഞാൻ ഒരുപാട് ഫണ്ടിൻ്റെ ട്രൈസും കാര്യങ്ങളൊക്കെ നടത്തി. ഒന്നും നടന്നിട്ടില്ല. സോ ദർ ആർ പീപ്പിൾ ഹൂ നമ്മളൊന്ന് ചെയ്യും, ഒന്ന് ഉറപ്പിച്ച് കഴിഞ്ഞ് അതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കണക്ഷൻസ് വിൽ ഓട്ടോമാറ്റിക്കലി കം. There are genuine people who supports you. സോ അങ്ങനെ കുറച്ച് ആൾക്കാർ എൻ്റെ കൂടെ ചേർത്ത് നിർത്താനുണ്ടായിരുന്നു. സോ അവരുടെ ഹെൽപ്പും പിന്നെ എൻ്റെ ഭാഗ്യം, ലക്ക് എന്നൊക്കെ പറയാം, എൻ്റെ ക്ലയൻസിലും അങ്ങനെയുള്ള ആൾക്കാരുണ്ടായിരുന്നു. എനിക്ക് കറക്റ്റ് സമയത്ത് വർക്ക് തന്നു, കറക്റ്റ് സമയത്ത് പേയ്മെൻറ്റ് കിട്ടി. സോ ഈ ട്രിപ്പ് ഹാപ്പൻഡായി. ആൻഡ് I'm going tomorrow. Like you can see my excitement, right? So seriously, I'm doing it. I'm doing it. I'm super happy. And yeah, there is a small event which I'm hosting, like a flag off event വെച്ചിട്ടുണ്ട്. It's in Alcos. That the place itself amazing. Like it's called Riders Cafe Rider. അമേസിങ് വെന്യൂ ആണ്. നിങ്ങൾ UAE ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ബൈക്ക് ലവർ ആണെങ്കിൽ അവിടെ പോയി നോക്കി നോക്ക്. ഇറ്റ്സ് എൻ അമേസിങ് ഫീൽ. ലൈക്ക് ബൈക്ക് കൾച്ചർ, മെക്കാനിക് ഷോപ്പ്, കഫേ, വിച്ച് ലൈക്ക് എൻ്റെ ബാക്ക്ഗ്രൗണ്ടും ഏതാണ്ടൊക്കെ അതുപോലെയൊക്കെ ആയതുകൊണ്ട് ഐ ഫെൽറ്റ് ലൈക്ക് എനിക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്യണം. സോ ഇമാജിൻ ആ കഫേൻ്റെ അകത്ത് എൻ്റെ ബൈക്ക് വെച്ച് അവിടുന്ന് ഒരു ഫ്ലാഗ് ഓഫ് ഇവൻറ്റ് കഴിഞ്ഞ് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഗ്യാദർ ചെയ്തൊരു കോഫിയൊക്കെ പിന്നെ കൊടുത്ത് ദെൻ അവിടുന്ന് ഞാൻ പോകാമെന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ഫീലുണ്ട്. സോ അതിന് വേണ്ടിക്കാൻ ഞാൻ അവിടെ തന്നെ ലോക്ക് ചെയ്തത്. ദെൻ ഐ എം ഡൂയിങ് ഇറ്റ് ടുമോറോ. സീ യു ദേർ. അപ്പൊ റിപ്പോൺ ഇന്ന് സാറ്റർഡേ 29-ാം തീയതി. Finally, we got Chinese visa. We are going to Xingshan. ഇതൊന്ന് രണ്ടിലൊട്ടിച്ചാലോ? വേണ്ട, നിങ്ങൾ ഫസ്റ്റ് പോന്നെ, വേറെ ആരും ഇതുവരെ ബൈക്കിൽ പോയിട്ടില്ലെന്നാണ് എൻ്റെ അറിവ്. ഞാൻ എവിടെയും ക്ലെയിം ചെയ്യുന്നില്ല. I so much love the adventure. It's a beautiful adventure. It's a nice move. I wish I could join you. Your smile is great, bro. Thank you so much. Thank you. Peace. Peace.
അങ്ങനെ ലോഡിങ് ടൈമായി. വേറൊരു ക്യാമറയും ഇപ്പം നിലവിൽ കിട്ടാനില്ല. ഇപ്പോൾ ലഗേജസ് ഒക്കെ എന്തൊക്കെയോ ആയി. ഈ ഇറാനിലെത്തിയിട്ട് വേണം എല്ലാം സോർട്ട് ചെയ്യാൻ. അപ്പം നടക്കുന്ന പ്രോസസ് പിന്നെ ഷിപ്പിലേക്ക് വണ്ടി ലോഡ് ചെയ്യാം. ബാക്കിയുള്ള ആൾക്കാരൊക്കെ അപ്പുറം വേറൊരു പോർട്ടിലൂടെ ഡയറക്റ്റ് കൊണ്ടുപോയി പാസഞ്ചേഴ്സിന്. നമ്മൾ വണ്ടിയുള്ള ആൾക്കാർ ഇത് അൺസ്റ്റോൾ ചെയ്ത പിന്നെ ബാക്കിൽ അടുത്ത വണ്ടിയുണ്ട്. ഇറാൻ ഹോർമോസ് 14 അവിടെ കാണുന്നുണ്ടെന്ന്. ഈ ഫെറിയിലാണ് നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് തോന്നുന്നു. നോക്കാം. ഇറാനിലേക്കുള്ളതാണല്ലോ. ഇതാണോ? യെസ്, ഇത് തന്നെയാണ് ഇറാൻ ഹോർമോസ് 14. You want there? ഇമിഗ്രേഷൻ വർക്കിന് പോയിക്കൊണ്ടിരിക്ക. ഓ, ഇത് മേജർ റൈഡർ ഉണ്ട്. ഇന്ത്യൻ വണ്ടി. ടിയൻ വിൽ മീറ്റ് യു അപ്സ്റ്റേഴ്സ്. നിങ്ങൾ എവിടെ? കൊച്ചിയില്? ഞാൻ കൊച്ചിയല്ല, ഞാൻ വയനാട്. വയനാട്. ഞാൻ കൊച്ചിയാണ്. ആലുവ. ആലുവ. அப்போ ஷிப் வந்து எப்போ போய் அங்க சேர்ந்தப்போ? மேபி இங்க இருந்து ஒரு 9 o'clock கிளம்பும். 11 ஆகுமா? 9 சொன்னேன். அப்போ ஷிப்பில் எப்போ ஏறினது? 9 இப்போ ஏறணுமா? இப்போ இமிகிரேஷன் முடிஞ்சா நீங்க ஷிப்ல ஏறுங்க. ஓகே. ஃபுட் ஸ்டார்ட் பண்ணுமா? பசிக்குது. வெளியே வாங்க முடியுமா? இல்லைன்னா விட்டா இங்க இருந்து ஷிப் எடுத்தா மட்டும்தான் கிடைக்குமா? அவ்வளவு லேட் ஆகுமா? ஐயோ. ഇതാണ് ടൂറിസം സർട്ടിഫിക്കറ്റ്. ഫെറി ടിക്കറ്റ്. മുപ്പറാണ് എല്ലാ പ്രോസസ്സും ചെയ്തത് ഫെറിയുടെ. എമിഗ്രേഷന്റെ ഇതിലെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അവിടെ കസ്റ്റം എമിഗ്രേഷൻ ആണ്. അവർ സ്റ്റാമ്പ് അടിച്ചു കഴിഞ്ഞാൽ നേരെ വണ്ടി കയറി നിങ്ങൾക്ക് അവിടേക്ക് പോകാം. ബസ് വരും, നിങ്ങൾ അവിടെ കൊണ്ടുപോകും. നടന്നു പറ്റില്ല. വന്നല്ല അവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. വണ്ടി കയറാൻ പറ്റുമല്ലോ. വണ്ടി സാധനങ്ങൾ എടുക്കാൻ പറ്റുമോ? പിന്നെന്താ, ഒരു കുഴപ്പമില്ല. ഇവിടെ ഞാൻ കുറച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് വരാം. ചേട്ടാ, എന്തേലും ഫുഡ് കിട്ടാൻ എന്ത് കുഴപ്പമുണ്ടോ? വല്ല ഫുഡ് അത് 12 മണിക്കല്ലേ? 11 മണിക്കൊന്നല്ല. അവിടെ ഫുഡ് റെഡിയാണോ? ഇപ്പൊ തന്നെ റെഡിയാണ്. പിന്നെന്താ, ഫുഡ് റെഡിയാണ്. മേടിച്ചു തരാം, ഞാൻ മേടിച്ചു തരാം. ഓക്കെ. ഞാൻ പോയപ്പോ തന്നെ കാരണം എന്തൊക്കെയോ ആയോണ്ട് ഒന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല. കുഴപ്പമില്ല. നല്ല ഇറാനി ബിരിയാണി, നല്ല ബിരിയാണി. എമിഗ്രേഷൻ കഴിഞ്ഞു. ഇതിലാണ് നമ്മളെ ഷിപ്പിലേക്ക് കൊണ്ടുപോവാം. ഇസ്മേജാണ്. ഓ ശരി. വലൈക്കും അസ്സലാം. നല്ല വൈ. അതെ, ഓക്കെ. ജാക്കിസിയ അവിടെ നടാ. ഇത് കപ്പലിൽ പെടുവോ? കപ്പലിലെ അനിയനായിട്ട് ആണ്ടെ അവിടെ പോകുന്നൊരു കപ്പൽ. അത് കപ്പൽ. പക്ഷെ അതും ചെറുതാന്ന് തോന്നല്ലേ? അത് വീട്ടിൽ ചെറുതായിട്ട് തോന്നുന്നുണ്ട്. ചെറുതാന്ന് തോന്നുന്നു. അത് ചെറുതാണ് ശരി. ചെറുതാണ്. രാത്രി 11 മണിക്ക് രാത്രി 11 മണിക്കാണ് ഷിപ്പ് എടുത്തത്. ഇപ്പൊ ഓൾമോസ്റ്റ് 8 മണിയായി. ഇതുവരെ റീച്ച് ആയിട്ടില്ല. നിർത്താനായി തോന്നുന്നു. ഇടയ്ക്ക് ഒരു തുരുത്തൊക്കെ കാണുന്നുണ്ട്. എന്താ, ചുറ്റും കടൽ. അത് തന്നെയാണ് ഇപ്പോഴത്തെ സീൻ. അല്ല, സംസാരിക്കാനൊന്നും അറിയുന്ന ആൾക്കാരല്ല. മാമനോട് പേഴ്സ് എന്താണ് മാമനോടൊന്നും തോന്നരുതേ. ഇപ്പൊ ദുബായ് ടൈം 10:30 ആയി. സ്റ്റിൽ ശരി, അവിടെ മറ്റേ ഇറാനിലെത്തിയിട്ടില്ല. 4 മണിക്ക് എത്തും എന്നുള്ള ഒരു പ്രതീക്ഷയായി.
എല്ലാവരും സൂപ്പർ ബോർഡ്. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. കിട്ടിയത് ഒരു ബ്രെഡ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. തിരക്കിൻ്റെ ഇടയിൽ ഷാർജ ടു ഇറാൻ ഫെറി എത്ര ദൂരം ഉണ്ടെന്ന് നോക്കാൻ പറ്റായി. എൻ്റെ അറിവിൽ രാവിലെ ഏർലി മോർണിംഗ് 4 മണിക്ക് നമ്മൾ പോർട്ടിലെത്തും. ദെൻ 9 o'clock എന്താ പറയാ പോർട്ടിലേക്ക് അടുപ്പിച്ച് പുറത്തിറങ്ങാന്നാണ് പ്രതീക്ഷിച്ചിട്ടുണ്ടായി. ആ ഒരു പ്രതീക്ഷയിലുണ്ടായത്. ബട്ട് അങ്ങനെയല്ല. ഇതിപ്പോ 10:30 ആയിട്ടും നമ്മള് നടുക്കടലുണ്ട്. അത്ര ഇനി എത്ര ദൂരം ഉണ്ടെന്ന് അറിയില്ല. അന്നേരം ഉണ്ടാകുന്ന ഒരു തരം ഒരവസ്ഥ ഉണ്ടല്ലോ, ഇനി എത്ര ദൂരം ഉണ്ടാവും, എവിടെ എത്തും, കര കാണില്ലല്ലോ എന്നുള്ളൊരു. ഞാൻ ഇതുവരെ ഷിപ്പിൽ കയറിയിട്ടില്ല. ഷിപ്പിൽ ഇൻ ദ സെൻസ് ലൈക്ക് കടലില് കൂടെയുള്ള യാത്ര എന്റെ ഫസ്റ്റ് ടൈമാണ്. സോ നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ഓരോന്നോരോ എക്സ്പീരിയൻസ് അല്ലേ. സോ ഫൈനലി 11 to 11 o'clock എടുത്തത്. 11 ആകുമ്പോൾ പോർട്ടിലേക്ക് അടുക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ നിയർലി 12 മണിക്കൂർ വേണം ചെറിയൊരു ഏരിയ ക്രോസ് ചെയ്യാൻ വേണ്ടി. ടൈമിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു വൈകുന്നേരം 6 മണിക്ക് മുമ്പ് ഫെറിയിൽ കയറുന്നതായിരിക്കും നന്നാവുക, വണ്ടി എടുത്തിട്ട് വരുന്നതാണെങ്കിൽ. ദെൻ ക്ലിയറൻസ് കഴിഞ്ഞ് ഫെറിൻ്റെ അകത്തേക്ക് വണ്ടി കയറ്റി അടുത്ത കസ്റ്റം ക്ലിയറൻസ് ഉണ്ട്, അവിടെ പോയി പിന്നെ പ്രോസസ് എല്ലാം ചെയ്ത് വരുമ്പോഴേക്കും ഓൾമോസ്റ്റ് ഒരു 9 ആവും. എൻ്റെ ജീവിതത്തിലെ വലിയൊരാഗ്രഹമാണ് ഞാനിപ്പോൾ വിറ്റ്നസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ തീരത്തോടടുക്കുമ്പോൾ അത്രത്തോളേ ഉള്ളൂ ഇനി ഞാൻ എൻ്റെ ഡ്രീമിലേക്ക് എത്താൻ. അപ്പോൾ കിട്ടുന്നൊരു മൊമെൻ്റ് ഉണ്ട്, അതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നറിയില്ല. ഒരു വല്ലാത്തൊരു ഫീലാണ്. ലൈക്ക് എനിക്കറിയാം ഞാൻ അവിടെ ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഇനിയുള്ള ദിവസം നാട്ടിലെത്തുന്നവരെ ഫോർ ഷുവർ ഇറ്റ് വിൽ ബി ടഫ് ഫോർ മീ. പക്ഷെ ഞാൻ ഓരോ മൊമെൻറ്റും എൻജോയ് ചെയ്യും. ആൻഡ് ബന്ദ്രബാസ് ഹിയർ ഐം കമ്മിങ്. ലോട്ട് ടു സീ. ഒരുപാട് കാണാനുണ്ട്, ഒരുപാട് പഠിക്കാനുണ്ട്, ഒരുപാട് ആൾക്കാരെ കാണാനുണ്ട്. ആൻഡ് ദിസ് പ്ലേസ് ഇറാൻ, ഈ മൊത്തം ട്രിപ്പിൽ എനിക്ക് ഇറാൻ അത്രയും കാണണമെന്ന് ആഗ്രഹമുള്ളൊരു നാടാണ്. ലെറ്റ് സീ ഇറാൻ എന്ത് പറയാനുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. ഒമാനിയാണ് ഇന്ത്യയിലേക്ക് വരുന്ന നമ്മളെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് ആൾ എടുക്കുന്നത്. അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ഇന്ത്യ, ദെൻ ടിൽ കേരള. അവിടുന്ന് കൊച്ചി ചെന്നൈയിൽ നിന്ന് ഷിപ്പ് ചെയ്തിട്ട് മൂപ്പര് മറ്റേ ഇവിടേക്ക് പോകും, ഇതാണ് തായ്ലൻഡിലേക്ക് പോകും. ദെൻ ചൈന, ബാക്ക് ടു ഇറാൻ. അതാണ് ആളുടെ റൂട്ട്. ഈ വണ്ടി കണ്ട നോക്കിക്കോ. Kerala, I go to Kochi, Munnar, Alapi. I make a tour. Oh, okay. Yeah. Nice. Let's meet there. ഇതാണ് ഇവിടുത്തെ ബ്രെഡ്, ലദ്ക, ചീസ്, മറ്റേ ചില്ലി സോസ്, ലബനെ. I gave 50 first. 50 means yes, back. 150, yeah. 50. 800 into 3 to 212400. Okay. പൈസ കൊടുത്തത് കാൽക്കുലേഷൻ തെറ്റി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് 150 dirhams ബില്ലിട്ടന്നു. അപ്പോൾ താങ്ക് യു, ശുക്രൻ. കസ്റ്റംസ് പ്രോസസ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. ബൈക്ക് ക്ലിയറൻസിന് പോവാണ്. അപ്പോൾ ഇതാണ് ഇറാൻ്റെ പോർട്ട്. ഐ തിങ്ക് ടാക്സീസ് പഴയ വണ്ടികളാ ഇവിടെ. So paperwork done. I think we're going to take bike. So let's see. Super hot.
super hot, same like Dubai. We're going to take the car. First, give me this. Giving the letter to whom? Time is 4 o'clock. Still paperwork കഴിഞ്ഞില്ല. വണ്ടി കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ പോയിക്കൊണ്ടേ നിൽക്കുന്നു. സോ ഇതൊക്കെ എക്സ്പെക്ട് ചെയ്തോ, എന്താ പറയാ, വണ്ടിയായിട്ട് വരുമ്പോൾ ദൂരം പോകാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. ബന്ദ്രം പാസിൽ തന്നെ സ്റ്റേ ചെയ്തിരുന്നായിരിക്കും നന്നാവും. ചെക്കിങ് പ്രോസസ് എല്ലാം കഴിഞ്ഞു. അടുത്തേക്കാണോ കോട്ടൺ എക്സിറ്റ് ആയി. നേരത്തെ വന്ന സ്ഥലം എന്നല്ലേ ബന്ദ്രം പാസ്പോർട്ട് ടെർമിനൽ. എനിക്കൊന്ന് ഇനി എന്തോ ചെക്കിങ് ഉണ്ടോ? I think so. I can see ഓഫീസസിനെ കാണുന്നുണ്ട്. അപ്പോൾ എന്തോ ചെക്കിങ് ഉണ്ടെന്ന് തോന്നുന്നു. നോക്കാം. ക്ലാമർ പോവോ നാളെത്തുമ്പോഴേക്കും? എനിക്കവിടെ ക്ലാമർ അതോ അവന്റെ വിചാര അതേ ഉള്ളൂ. ഇതെപ്പോ വാങ്ങിയ ഇതിനു വേണ്ടിക്കാ? നമ്മളെ പേപ്പർ വർക്ക് ചെയ്തെന്ന ആളാണ്. ആൾക്ക് വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞു. നമ്മളെ 3 വണ്ടി ഒരുമിച്ച് പോകും. അത് കഴിഞ്ഞു. എൻട്രിങ് ഇറാൻ. നല്ല ചൂടുണ്ട്. ചെറുതായിട്ടൊന്ന് ക്യാമറ വീണു. Fine. Helmet is good. Next. This is nice. Super comfortable. പോർട്ടിലെ പേപ്പർ വർക്ക് എല്ലാം കഴിഞ്ഞ് Or else വണ്ടിയൊക്കെ കിട്ടി. നമ്മൾ അവിടെ നിന്ന് പുറത്തിറങ്ങി then സിം എടുക്കണം, ഹോട്ടൽ ഒരു എടുക്കണം, കോഫിയൊക്കെ പ്ലാൻസ് കുടിച്ച് ഒക്കെ ചെയ്യാം. പിന്നെ ബന്ദ്രപാസ് മെയിൻ ടൗണിൽ വന്ന് ഒരു ഹോട്ടലൊക്കെ എടുത്ത് എല്ലാം സെറ്റിലായി വരുമ്പോഴേക്ക് അത്യാവശ്യം രാത്രിയായി. തന്നെ അവിടെ നമ്മളെല്ലാവരും കൂടെ സ്ട്രീറ്റിലൂടെ നടന്ന് ഫുഡ് സ്ട്രീറ്റിലേക്ക് എത്തി. അവിടുന്ന് കബാബൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ച് അന്നത്തെ ദിവസം കഴിഞ്ഞു. നമ്മളൊരു പ്ലാൻ ചെയ്തു അവിടുന്ന് അടുത്ത ദിവസം ഹോർമോസ് ഐലൻഡ് പോവാന്നുള്ളത്. Small money. It's very small money. How do you count? That's not too much. No, like 1, 2, 3, 4, 5. 1, 2, 3, 4, 5. 1, Huh? 2, 3, 4. In this, no. Too much, no. Okay. Only real. This only in Only real. Riyadh. Real. If I give this, you Yes. give 5. If this 5, only one. Same. This same 5 is. Okay, complicated. Okay. എങ്ങനെ ഈ 35 ദിവസം കഴിഞ്ഞു എന്നൊരു പിടിയില്ല. ബോഡികൾ വെച്ചിട്ടുള്ള കളിയാ. ഒരു 10-200 മില്യൺ ഉണ്ടെങ്കിൽ അവിടെ ഒരു ദിവസം തീരുള്ളൂ. ഇതുണ്ടോ? ഡെയിലി പഠിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പിടിയില്ല. ഇത് പഠിക്കണമെന്നുണ്ടെങ്കിൽ വലിയ പണിയാണ്. അത് നമ്മുടെ സ്കൂളിലൊന്നും പഠിപ്പിക്കാൻ ഫിഗറാണ് ഇവിടുത്തെ പരിപാടി. So far Bandra bus amazing, and tomorrow